നമസ്കാരം. നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരമായി കാണുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക്. പക്ഷേ അതിലേറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ട്രോക്ക് ബാധിച്ചതിന് ശേഷം രോഗികൾ എത്തുന്ന സമയത്തിലുണ്ടാകുന്ന ഒരു കാലതാമസമാണ് അവരുടെ ചികിത്സയിലും അതിൻ്റെ ഔട്ട്കം വരുന്നതിലും ഒരു പ്രശ്നമായി മാറാറുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരു ഹൃദയ സംബന്ധമായ അസുഖം, ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുവേ എല്ലാവർക്കും അറിയാം. ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ പലരും പെട്ടെന്ന് തന്നെ ഒരു ECG എടുക്കാം എന്ന രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. എന്നാൽ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് BP കൂടിയതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമായിരിക്കാം എന്ന് കരുതി വെയിറ്റ് ചെയ്യുകയും ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിൽ പലപ്പോഴും കാലതാമസം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്ട്രോക്കിനെ പറ്റിയാണ്. എന്താണ് സ്ട്രോക്ക്? തലച്ചോറിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ ആ രക്തക്കുഴലുകൾ പൊട്ടി അതിൽ നിന്നും ഒരു ബ്ലീഡിങ്, ഒരു രക്തസ്രാവം തലച്ചോറിലേക്ക് ബാധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി തലച്ചോറിലുള്ള കോശങ്ങളിലേക്ക് ഓക്സിജൻ്റെ സപ്ലൈയും പോഷകങ്ങളുടെ സപ്ലൈയും ഇല്ലാതെ വരികയും ആ ഭാഗത്തെ കോശങ്ങൾ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സ്ട്രോക്ക്. പ്രധാനമായും സ്ട്രോക്ക് 2 തരത്തിലാണുള്ളത്. ഒന്ന്, തലച്ചോറിനകത്ത് രക്തം കട്ട പിടിക്കുന്ന ഇഷ്കീമിക് സ്ട്രോക്കും അതേപോലെ തന്നെ തലച്ചോറിനകത്ത് നിന്നും ബ്ലീഡ് ഉണ്ടായി പുറത്തേക്ക് രക്തസ്രാവം ഉണ്ടാകുന്ന രീതിയിലുള്ള ഹെമറേജിക് സ്ട്രോക്കുമാണ് ഉള്ളത്. ഇതൊക്കെയാണ് സ്ട്രോക്കിൻ്റെ വിവിധ തരത്തിൽപ്പെട്ടതെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ. ആ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ മിസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനുള്ള വളരെ എളുപ്പത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ന്യൂമോണിക് എന്ന് പറയുന്നതാണ് ബി ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതിലെല്ലാം വരുന്നുണ്ട്. ബിയിൽ ബാലൻസ്. നമ്മൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നോർമലായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ബാലൻസ് തെറ്റുന്നു അല്ലെങ്കിൽ ഒരു തലച്ചുറ്റലുണ്ടാകുന്നു, അതാണ്. പിന്നെ ഐയിൽ എന്താണ് പറ്റുന്നത്? പെട്ടെന്ന് കാഴ്ച മങ്ങുന്നു അല്ലെങ്കിൽ നമ്മുടെ വിഷൻ രണ്ടായിട്ടുള്ള വിഷൻ കാണുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫാസ്റ്റ്, അത് നമുക്ക് ഫേസിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വായുടെ ഒരു ഭാഗം കൂടുന്നു, ചിരിക്കുമ്പം കൂടുന്നു, നമ്മൾ വെള്ളം കുടിക്കുകയോ വല്ലതും ചെയ്യുമ്പോൾ അത് വായിൽ നിന്നും താഴേക്ക് വരുന്നു. നമ്മുടെ കൈക്കോ കാലിനോ ബലക്കുറവുണ്ടാകുന്നു, പ്രിഡോമിനൻ്റ്ലി ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ബലക്കുറവുണ്ടാകുന്നു. സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴച്ചിൽ, ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംസാരം കുഴഞ്ഞു വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായി കാണേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുവാനാണ് ശ്രമിക്കേണ്ടത്. ഇതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടൈം. ബി ഫാസ്റ്റിലെ ഏറ്റവും അവസാനം വരുന്ന Tയിൽ പറയുന്ന ടൈമാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനെയാണ് വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് ആദ്യത്തെ 4.5 മണിക്കൂർ സമയം, അതായത് എപ്പോഴാണോ നമുക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് അതിൽ നിന്നുള്ള ആദ്യത്തെ 4.5 മണിക്കൂറിൽ തന്നെ നമുക്ക് ത്രോംബലൈസിസ് അഥവാ മരുന്നുകൾ നൽകി ഈ തലച്ചോറിനകത്ത് കട്ട പിടിച്ചിരിക്കുന്നതിനെ അലിയിച്ച് കളയാനുള്ള സൗകര്യമുള്ള, അതായത് ലക്ഷണങ്ങൾ കാണിച്ച് 4.5 മണിക്കൂറിനുള്ളിൽ ഒരു ഹോസ്പിറ്റലിലെത്തുക, അവിടെ തലച്ചോറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുക. അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അത് ചെയ്തു നോക്കി തലച്ചോറിനകത്തൊരു ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ 4.5 മണിക്കൂറിനുള്ളിലുള്ള ആ വിൻഡോ പീരീഡിൽ തന്നെ രക്തം അലിഞ്ഞു പോകാനുള്ള ത്രോംബലൈറ്റിക് ഏജൻറ്റുകളുണ്ട്, മരുന്നുകൾ തന്നെയാണ്, ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മരുന്നുകൾ. അത് കൊടുത്ത് ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുക എന്നുള്ളതാണ് സ്ട്രോക്കിൻ്റെ ചികിത്സയിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇതിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ വിൻഡോ പീരീഡ്, അത് ആദ്യത്തെ 4.5 മണിക്കൂർ. കാരണം ഈ 4.5 മണിക്കൂറിലാണ് പുതിയ 2026 ഗൈഡ് ലൈൻസിൽ കുറച്ചുകൂടെയൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്ട്രോക്കിൻ്റെ ഗൈഡ് ലൈൻസിൽ നമ്മളിപ്പോഴും പിന്തുടരുന്നത് ഈ ആദ്യത്തെ 4.5 മണിക്കൂർ. സ്ട്രോക്ക് ലക്ഷണങ്ങൾ കാണിച്ച് ആദ്യത്തെ 4.5 മണിക്കൂറിൽ ഒരു സ്ട്രോക്ക് സെൻറ്ററിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ത്രോംബലൈസിസ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മരുന്നുകൾ നൽകി ക്ലോട്ടിനെ അലിയിച്ച് കളയാൻ പറ്റത്തുള്ളൂ. ഈ 4.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ പേഷ്യൻസിൽ കാണാൻ പറ്റും. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസിലുള്ളതാണ്, നമ്മൾ ഒരു കൈക്ക് വളരെയധികം ബലക്കുറവോടുകൂടി വന്ന പേഷ്യൻറ്റ് ത്രോംബലൈറ്റിക് ചികിത്സയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. സംസാരത്തിൽ നല്ല കുഴച്ചിലുണ്ടായിരുന്ന, വ്യക്തതയില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഈ ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിൽ വന്ന് നമ്മൾ ത്രോംബലൈറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംസാരം ഇമ്പ്രൂവ് ചെയ്യുന്നു. സ്ട്രോക്കിൻ്റെ എന്തൊക്കെ ലക്ഷണങ്ങളായിരുന്നു നമ്മൾ കണ്ടത്,
അതിൽ നിന്നെല്ലാം വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ് ഈ ആദ്യത്തെ 4.5 മണിക്കൂറുള്ള വിൻഡോ പീരീഡ് അഥവാ ഗോൾഡൻ അവറിൽ നമ്മൾ വരികയും ഈ ത്രോംബോലൈറ്റിക് ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സയ്ക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നോക്കാം, BP കൂടിയതുകൊണ്ടായിരിക്കാം എന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റുക, കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, സംസാരിക്കുമ്പോൾ നമുക്ക് കോടലുണ്ടാകുക, അല്ലെങ്കിൽ അവ്യക്തമായിട്ട് സംസാരിക്കുക, തലച്ചുറ്റലുണ്ടാകുക തുടങ്ങിയ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു തലച്ചോറിൻ്റെ സ്കാൻ ചെയ്യാൻ കഴിയുന്ന CT MRI സ്കാനോ ഉള്ള ഒരു സെൻറ്ററിലെത്തുകയും ത്രോംബോലൈറ്റിക് ചികിത്സ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം.